ഹായ് ഓൾ, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 2025 കഴിയാറായിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഞങ്ങൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ തലേദിവസമുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് മധുരൈക്കാണ്. മെയിനായിട്ട് മധുരൈ മീനാക്ഷി അമ്മൻ ടെമ്പിൾ വിസിറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ആണ് ഈ ഹോം സ്റ്റേ ബുക്ക് ചെയ്തത്. ലേഡീസ് ഓൺലി ട്രിപ്പ് ആയതുകൊണ്ട് എൻ്റെ സിസ്റ്ററും നീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രിപ്പിൽ. പിന്നെ ഞങ്ങൾക്കത് തറലി എൻജോയ് ചെയ്യാൻ പറ്റി. ഈ ഹോം സ്റ്റേ മധുരൈ ബൈപ്പാസിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വൈഗാ നദിയുടെ അടുത്തായിട്ട് ആണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. വാട്ടർ 24 hours സർവലൻസ്, പിന്നെ നല്ല മാട്രസ് ക്വാളിറ്റി, AC റൂമാണ്. പിന്നെ നമുക്ക് മധുരയിൽ കാണാനുള്ളത് മെയിനായിട്ട് മീനാക്ഷി അമ്മൻ ടെമ്പിൾ കോംപ്ലക്സ് ആണ്. മധുര ഒരു ടെമ്പിൾ സിറ്റി ആയതുകൊണ്ട് ഏർലി മോർണിംഗ് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ ദർശനം വളരെ സ്മൂത്തായിട്ട് 2 മണിക്കൂറിനുള്ളിൽ കണ്ട് ഇറങ്ങാൻ പറ്റും. വലിയൊരു ടെമ്പിൾ കോംപ്ലക്സ് ആണ് മധുരൈ മീനാക്ഷി ടെമ്പിളിൽ. അതിനകത്തേക്ക് ക്യാമറയൊന്നും അലൗ ചെയ്യില്ല. പുറത്ത് ക്യാമറ സെക്യൂരിറ്റിയുടെ അടുത്ത് കൊടുത്തിട്ട് ബാഗുമെല്ലാം കൊടുത്തിട്ട് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ ലോങ് ക്യൂവിൽ നമ്മൾ നിന്ന് ആണ് ദർശനം നടത്തുന്നത്. മീനാക്ഷി അമ്മയുടെ ദർശനം കഴിഞ്ഞതിന് ശേഷം സുന്ദരേശൻ എന്ന് പറയുന്നത് ശിവനാണ്. ശിവൻ്റെ നടയ്ക്ക് നടരാജ വിഗ്രഹമുണ്ട്. അതെല്ലാം നല്ല ഭംഗിയായി തൊഴുത് വളരെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു ടെമ്പിൾ വിസിറ്റ്. പിന്നെ ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. മധുരയിൽ ഒരു കുമാർ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നല്ല മട്ടൻ ബിരിയാണി കിട്ടും. തന്നെയല്ല, ദോശ ചിക്കൻ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പിൽ പ്രിപ്പയർ ചെയ്യണ ദോശയുണ്ട്. നോൺ വെജ് ഐറ്റംസൊക്കെ കുമാർ ഹോട്ടലിൽ വളരെ ഫേമസ് ആൻഡ് ടേസ്റ്റിയാണ്. അവർ പ്യുവർ കൗ ഗീ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വീറ്റ്സും വളരെ ഫേമസ് ആണ്. ഞങ്ങൾ കുറേ സ്വീറ്റ്സ് ട്രൈ ചെയ്തു, വീട്ടിലേക്കുമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അവിടുത്തെ ഫേമസ് ആയിട്ടൊരു സ്വീറ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇടാം. പിന്നെ ലേഡീസ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ് എല്ലാം ഹോൾസെയിലായിട്ട് കിട്ടും. ബാംഗിൾസൊക്കെ വളരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും ചീപ്പറായിട്ടാണ് എല്ലാം കിട്ടുന്നത്. കുപ്പിവളകൾ, റെയിൻബോ ബാംഗിൾസ് എല്ലാം കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ തന്നെ എന്നിട്ട് തിരിച്ച് ഞങ്ങൾ മട്ടുത്തവാണി എന്ന ബസ്സിനാണ്, അതായത് സ്ലീപ്പർ ബസ്സിലാണ് ഞങ്ങൾ തിരിച്ച് രാവിലെ കൊച്ചിയിലെത്തിയത്. നല്ലൊരു ട്രിപ്പായിരുന്നു.